ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ വെട്ടിമുറിച്ച് ഒരു ക്രൈസ്തവ രാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കേട്ടിട്ടുണ്ടല്ലോ. ഇത് ഷേഖ് ഹസീന പറഞ്ഞല്ലേ, ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി ആയിരിക്കെ ഹസീന പറഞ്ഞു, ഒരു വൈറ്റ് മാൻ എന്നെ കാണാൻ വന്നിരുന്നു. വന്നിട്ട് അമേരിക്കൻ പ്രസിഡന്റ് പ്രതിനിധിയായിട്ട് ബൈഡൻ്റെ കാലത്ത് വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്ത്യയുടെ ചില സംസ്ഥാനങ്ങൾ, ബംഗ്ലാദേശിൻ്റെ ചില ഭാഗങ്ങൾ, പിന്നെ സെൻറ്റ് മാർട്ടിൻ ഐലൻഡ്, ഇത്രയും ചേർത്തിട്ട് ഒരു ക്രൈസ്തവ രാജ്യം ഉണ്ടാക്കാൻ ബംഗ്ലാദേശിൻ്റെ സഹായം വേണം എന്നോട് ആവശ്യപ്പെട്ടു. നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അതിന് സമ്മതിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യക്കും ബംഗ്ലാദേശിനും മ്യാൻമറിനുമൊക്കെ ഇടയ്ക്ക് ഒരു ക്രൈസ്തവ രാജ്യം വരുമായിരുന്നു. ഇത് വളരെ പ്രസക്തമായി വീണ്ടും ഓർമ്മിക്കേണ്ടുന്ന സന്ദർഭമാണിത്. നമ്മൾ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ പ്രശ്നം സംസാരിച്ചപ്പോൾ ഈ കാര്യം നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഉണ്ട്. ഗൂഗിളിൽ സംശയമുള്ളവർക്ക് നോക്കാം, ഗൂഗിളിൽ കിടപ്പുണ്ട്. ഇനി മറ്റു ചില കാര്യങ്ങൾ നോക്കാം. നമ്മുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ അല്ലേ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, മഹാഭൂരിപക്ഷം ജനസംഖ്യയും ക്രൈസ്തവരാണ്. ആദിവാസി സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് മതം മാറി ക്രൈസ്തവരായിരിക്കുന്നു. നാഗാലാൻഡിൽ 98% ക്രൈസ്തവരാണ്. മേഘാലയയിലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങളൊരു ക്രൈസ്തവ സമുദായമാണ്, ക്രൈസ്തവ രാജ്യമാണെന്ന് പറയുന്നു. ഇന്ത്യ എന്നുള്ള പേര് പോലും അവിടങ്ങളിലൊക്കെ പലർക്കും അരുചികരമാണ്. നാഗാലാൻഡിൽ ബോർഡുകളുണ്ട്, ഇന്ത്യൻ പട്ടികൾ പുറത്തു പോകുക എന്നുള്ളത്. എന്തിന് മിസോറാമിലേക്ക് ഇവിടെ നിന്ന് നമ്മുടെ കുമ്മനം രാജശേഖരൻ ഗവർണറായി പോയപ്പോൾ കുമ്മനം രാജശേഖരനെ പറ്റില്ല എന്ന് പറഞ്ഞു. ഓർക്കുന്നില്ലേ, വാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ ചോദിക്കും, പിന്നീട് അവിടെ ശ്രീധരൻപിള്ള വന്നില്ലേ? വന്നു. ശ്രീധരൻപിള്ളയും കുമ്മനവും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു. ശ്രീധരൻപിള്ള BJPയുടെ നേതാവായിരുന്നു, കുമ്മനവും BJPയുടെ നേതാവായിരുന്നു. പക്ഷേ അതിനു മുമ്പ് കുമ്മനത്തിൻ്റെ സ്റ്റാറ്റസ് എന്തായിരുന്നു, സ്റ്റേച്ചർ എന്തായിരുന്നു? ഒരു ഹിന്ദു സംഘടനയുടെ നേതാവായിരുന്നു. അതുമാത്രമല്ല, ശബരിമല പൂങ്കാവനത്തിൽ നിലയ്ക്കൽ ഒരു പള്ളി ഉണ്ടാക്കാൻ സെൻറ്റ് തോമസ് ഉണ്ടാക്കിയ കുരിശെന്നും പറഞ്ഞ് ഒരു ശ്രമം നടന്നപ്പം അതിനെ ചെറുത്തു തോൽപ്പിക്കുന്ന സമരത്തിൻ്റെ നേതാവായിരുന്നു കുമ്മനം. അങ്ങനെയുള്ള കുമ്മനം ഗവർണറായി വരുന്നത് കൊണ്ടാണ് ശ്രീധരൻപിള്ളയെ സ്വീകരിക്കുകയും കുമ്മനത്തെ എതിർക്കുകയും ചെയ്തത്. ഇത് സത്യമാണ്. ഇതൊക്കെ അപ്രിയ സത്യങ്ങളാണ്. നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയും നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ സമീപ ദിവസങ്ങളിൽ വിവാദമായ കന്യാസ്ത്രീമാരുടെ കൂടെ കുറേ പെൺകുട്ടികൾ വന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ കുട്ടികൾ ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും പറയുന്നത് അവർ പണ്ട് മുതലേ ക്രൈസ്തവരാണ്, ക്രിസ്തുമത വിശ്വാസികളാണ്. ഛത്തീസ്ഗഡിലെ നിയമപ്രകാരം അങ്ങനെ മതം മാറാൻ പറ്റില്ല. അപ്പോൾ ഇവർ പറയുന്ന ഒരു ന്യായം എന്നറിയാം, ഞങ്ങൾ മതപരിവർത്തനമല്ല നടത്തുന്നത്, മനപരിവർത്തനമാണ്. അപ്പോൾ പേര് കൊണ്ട് നിങ്ങൾ ആരായിരിക്കും? ഹിന്ദു ആയിരിക്കും. മനസ്സുകൊണ്ടോ ക്രൈസ്തവരായിരിക്കും. അതിനാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന പോലെ ക്രിപ്റ്റോ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. കാരണം നോക്കിയ ഹിന്ദു, തുറന്നു നോക്കിയാലോ ക്രിസ്ത്യാനി. അതിന് കാരണം എന്താണെന്നറിയോ? 2 കാരണങ്ങളാണ്. ഒന്ന്, ഛത്തീസ്ഗഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ മതം മാറ്റം അത്ര എളുപ്പമല്ല. അതിന് കളക്ടർക്ക് അപേക്ഷ കൊടുക്കണം, അതിന് ഹിയറിംഗ് നടത്തും. കളക്ടറുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നേരിട്ട് വന്ന് പരിശോധന നടത്തും. പ്രലോഭനമോ സമ്മർദ്ദമോ ഭീഷണിയോ ആണോ എന്ന് നോക്കും. ഇറ്റ്സ് എ പ്രോസസ്, നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണ്. അതൊന്ന്. രണ്ടാമത്തത്, മതം മാറിപ്പോയാൽ ആദിവാസി ഹിന്ദുക്കൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും മറികടക്കാൻ, രാജ്യത്തെ നിയമം മറികടക്കാനും രാജ്യത്തെ വിഭവങ്ങൾ ഞങ്ങൾ മതം മാറിയാലും ഞങ്ങൾക്ക് കിട്ടണം എന്നുറപ്പിക്കാനും വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ മതം മാറിയാൽ സൗജന്യ റേഷൻ, സൗജന്യ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്ന സർക്കാർ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ ആരും മതം മാറാൻ പോകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ മാറണ്ട, നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടിയാൽ മതി, പേരൊക്കെ അങ്ങനെ ഇരുന്നോട്ടെ, അപ്പോൾ നിങ്ങൾക്കത് കിട്ടുകയും ചെയ്യും, ഞങ്ങളുടെ കൂടെ വരികയും ചെയ്യാം എന്ന് പറയുന്ന ഒരു തന്ത്രമുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ വല്ലാത്ത അരക്ഷിതാവസ്ഥയിലാക്കുന്ന തരത്തിലേക്ക് മതപരിവർത്തന നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചില ഭാഗങ്ങളും ബംഗ്ലാദേശിൻ്റെ ഭാഗങ്ങളും ചേർത്തുകൊണ്ട് എന്തുണ്ടാക്കണം എന്നാണ് പറയുന്നത്? ഈ ഒരു ക്രൈസ്തവ രാജ്യം, അമേരിക്കയുടെ ഒരു പ്രോക്സി സ്റ്റേറ്റ് ഉണ്ടാക്കാനുള്ള നീക്കം നടന്നിരുന്നു എന്ന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇനി മാത്രമല്ല, ഈ മണിപ്പൂർ കലാപം നടക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോ. ഒരു മിഷണറി ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയാൽ മ്യാൻമർ വഴി അവിടെ കയറി വന്നിട്ട് മണിപ്പൂരിലെ കുക്കികൾക്ക് ഡ്രോണുകൾ കൊടുക്കുന്ന വീഡിയോ ഓർക്കുന്നില്ല? ഡ്രോണുകൾ കൊടുക്കുന്നു. പട്ടാളത്തെ ആക്രമിക്കാൻ, മെയ്ത്തികളെ ആക്രമിക്കാൻ ഡ്രോണുകൾ കൊടുക്കുന്ന, അത് പരിശീലിപ്പിക്കുന്ന വീഡിയോ വന്നിരുന്നു. ABC ആ വീഡിയോ കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ മിഷണറി പ്രവർത്തനം എന്ന് പറയുന്നത് 100% നിഷ്കളങ്കമൊന്നും അല്ല.
നമ്മൾ ഒരുപാട് ഈ ക്രൈസ്തവ വിശ്വാസികളായ ചില ആളുകൾ ചോദിക്കുന്നു, അപ്പോൾ ABC ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞു, ജൂതന്മാരെ കുറിച്ച് പറഞ്ഞു, ക്രിസ്ത്യൻ സ്നേഹം കാണിച്ചു, അതൊക്കെ കാപട്യമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്, എന്നെ വിളിക്കുന്നവരുണ്ട്, നമ്മുടെ വീഡിയോകളുടെ താഴെയുണ്ട്. ശരിയാണ്, ഞങ്ങൾക്ക് ക്രൈസ്തവരോട് സ്നേഹമുണ്ട്, ഞാൻ യേശുദേവൻ എന്നല്ലാതെ ഞാൻ പറയാറില്ല. നമ്മൾ ജൂതന്മാരെ പിന്തുണയ്ക്കുന്നുണ്ട്, ഇസ്രായേലിനൊപ്പമാണ് നമ്മൾ. പക്ഷേ ക്രൈസ്തവരെ സ്നേഹിക്കുന്നു, യേശുദേവനെ ഇഷ്ടപ്പെടുന്നു, ജൂതന്മാരെ സ്നേഹിക്കുന്നു, ഇസ്രായേലിനെ സ്നേഹിക്കുന്നു എന്നതുകൊണ്ട് ഇവിടെയുള്ള ഹിന്ദുക്കളെ മുഴുവൻ മതം മാറ്റാനുള്ള ലൈസൻസ് കൂടെ തരണമെന്ന് പറഞ്ഞാൽ അത് ലളിതമായി പറഞ്ഞാൽ പള്ളി പറഞ്ഞാൽ മതി, അല്ലേ? അതെ. നിങ്ങൾ ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിക്കൂ, ഹിന്ദുവായി ജീവിക്കട്ടെ, മുസ്ലിമായിട്ട് ജീവിക്കട്ടെ. എന്തിനാണ് നിങ്ങൾ ആളെ പിടിക്കാൻ നടക്കുന്നത്? അതിലേക്ക് കടന്നു കയറുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. കടന്നു അല്ലേ പ്രശ്നം. അതിനെ നമ്മൾ ചെറുക്കണം, എതിർക്കണം, ഒക്കെ ചെയ്യണം. ഗാന്ധിയെക്കുറിച്ച് പറയുമല്ലോ, ഗാന്ധി പറഞ്ഞിട്ടുണ്ട് കൺവേർഷൻ ഈസ് വയലൻസ് എന്ന്. മതം മാറ്റം എന്ന് പറയുന്നത് അക്രമമാണെന്ന് ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഗാന്ധി മുതൽ ശ്രീനാരായണ ഗുരുദേവൻ വരെ ഉള്ള ആളുകളൊക്കെ മതപരിവർത്തനത്തെ എതിർത്തിട്ടുണ്ട്. ചട്ടമ്പിസ്വാമി ക്രിസ്തുമത ഛേദനം എന്ന് പറഞ്ഞൊരു പുസ്തകം പോലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയുടെ തനത് സംസ്കാരത്തെ നിലനിർത്താൻ ചിലരൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ പറയുന്നു ഇവിടെ ക്രിസ്ത്യാനി വന്നതുകൊണ്ട് ഇന്ത്യക്കാരുടെ വിദ്യാഭ്യാസം കിട്ടി, തുണി ഉടുക്കാൻ പഠിച്ചു. ചിലർ പോസ്റ്റ് ഇടുകയാണ്, കേരളത്തിലെ പെണ്ണുങ്ങൾ മാറുമറച്ചത് ക്രിസ്ത്യാനി ഇടപെട്ടുകൊണ്ടാണ്. ആരോടാണ് ഈ ചരിത്രം പറയുന്നത്? ഈ യൂറോപ്യന്മാർ പച്ച ഇറച്ചി തിന്ന് കാട്ടിൽ കഴിഞ്ഞ കാലത്ത് 5000-6000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യക്ക് ഒരു കൾച്ചർ ഉണ്ടായിരുന്നു, അല്ലേ? നളന്തയും തക്ഷശിലയും കൂടി ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലെയും ഇന്ത്യ ഒട്ടാകെയുള്ള ക്ഷേത്രങ്ങൾ നോക്കൂ, ഏറ്റവും ആധുനികമായ എഞ്ചിനീയറിംഗ് വൈഭവങ്ങൾ ഉണ്ടാക്കിയ മഹാക്ഷേത്രങ്ങൾ. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഇന്നും മനുഷ്യർക്കറിയില്ല. അത്ര കൂറ്റൻ എഞ്ചിനീയറിംഗ് ടെക്നോളജി, രാമാനുജനെ പോലെയുള്ള ഗണിതശാസ്ത്രജ്ഞന്മാർ, എന്തൊക്കെ ഭാരതത്തിൻ്റെ സംഭാവനകൾ നിങ്ങൾ അംഗീകരിക്കില്ല. നമ്മുടെ മുനിമാരായിരുന്ന മഹർഷിമാർ ആയിരുന്ന ശാസ്ത്രജ്ഞന്മാർ എന്തെല്ലാം, ആര്യഭടനും വാഗ്ഭടനും ചരകനും ശുശ്രുതനും പതഞ്ജലിയും രാമാനുജനും ഒക്കെ നൽകിയ സംഭാവനകളില്ലേ ലോകത്തിന്? ഇതൊക്കെ യൂറോപ്യൻ വന്നതിന് ശേഷം യൂറോപ്യന്മാർ നേരത്തെ പറഞ്ഞതുപോലെ പച്ച ഇറച്ചി തിന്ന് കാട്ടിൽ തുണിയില്ലാതെ കഴിഞ്ഞപ്പോൾ ഇന്ത്യക്ക് മഹത്തായൊരു സംസ്കാരം ഉണ്ടായിരുന്നു ഭാരതത്തിന്. അത് നമ്മൾ മറക്കാം. എല്ലാം ഇങ്ങനെ കൊണ്ടു തന്നത് മിഷണറിമാരാണെന്നൊക്കെ പറയുന്നത് ഇത്തിരി കിടന്നു കഴിയാണ്. മിഷണറിമാരുടെ സംഭാവനയുണ്ട്. അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, ഒരുപാട് ആളുകൾക്ക് ഗുണമുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടും അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കാണണം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, എങ്ങനെ നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഈ കുട്ടികളെ കന്യാസ്ത്രീകൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നൊരു ചോദ്യം ഉറക്കെ പലരും ചോദിക്കുന്നുണ്ട്. കാരണം ബസ്തർ ജില്ലയാണ്. ബസ്തർ എന്ന് പറയുന്നത് നക്സലൈറ്റുകളുടെ അധീനതയിലുള്ള സ്ഥലമാണ്. അവിടെ എങ്ങനെ ഇന്ത്യക്കാരെ ആരെയും, ഇന്ത്യൻ പട്ടാളത്തിനെയും ഇന്ത്യൻ പോലീസിനെയും പോലും പ്രവേശിപ്പിക്കാതെ മാവോവാദികൾ കൊണ്ടു നടക്കുന്ന ബസ്തർ ജില്ലയിലെ നാരായൺപൂരിലെ മാവോയിസ്റ്റുകളെ അടിച്ചൊതുക്കിയിട്ട് കഴിഞ്ഞ മാസമാണ് ആദ്യമായി അവിടുന്ന് ബസ് സർവീസ് ഇന്ത്യ സർക്കാർ ആരംഭിക്കുന്നത്. ആ നാരായണൻപൂരിൽ എങ്ങനെ കന്യാസ്ത്രീകൾക്ക് ചെല്ലാൻ പറ്റി, മിഷണറിമാർക്ക് ചെല്ലാൻ പറ്റി? മാവോയിസ്റ്റുകൾ സമ്മതിച്ചിട്ടാണല്ലോ. മാവോയിസ്റ്റുകൾ സമ്മതിക്കുന്നുണ്ട് ആരെ? മിഷണറിമാർ വരാൻ. മിഷണറിമാർ വരുമ്പോൾ എന്ത് ചെയ്യും? അവർ ഹിന്ദുക്കളെ മതം മാറ്റിക്കൊള്ളും. ഹിന്ദുക്കളുടെ പൊതുശത്രുക്കളാണ് മിഷണറിമാരും മാവോവാദികളും എന്ന് ആരെങ്കിലും പറഞ്ഞാൽ തെറ്റില്ല. കാരണം ഇപ്പോൾ ഈ ദന്തേവാദ ബിജാപൂർ ഡിവിഷനിലെ മുൻ മാവോവാദി കമാൻഡറായിരുന്ന ഒരാളുണ്ട്. അയാൾ 2015 സൈന്യത്തിന് കീഴടങ്ങിയ ആളുകളെ പുനരധിവസിപ്പിക്കുന്ന സെൻറ്ററുകളിൽ സൈന്യം താമസിപ്പിച്ചിരിക്കുക. അയാളുടെ ഒരു അഭിമുഖം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അയാൾ പറയുന്നു, ഞാൻ ദന്തേവാഡ ഉൾപ്പെടെയുള്ള മേഖലയുടെ മാവോയിസ്റ്റുകളുടെ കമാൻഡറായിരുന്നു. അപ്പോൾ ഈ റായ്പൂർ, ജഗദൽപൂർ, ദന്തേവാഡ തുടങ്ങിയ പ്രദേശങ്ങളിൽ മാവോയിസ്റ്റുകളും മിഷണറിമാരും കൈകോർത്താണ് പ്രവർത്തിക്കുന്നത്. അപ്പം മിഷണറിമാർ എന്ത് ചെയ്യും? മാവോയിസ്റ്റുകൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കും. അയാൾ പറയുന്നു, അതായത് ഞങ്ങൾക്ക് ലാപ്ടോപ്പുകളും മറ്റ് സൗകര്യങ്ങളും തരുന്ന ആരാന്നറിയാമോ? മിഷണറിമാരാണ്. ഞങ്ങൾക്ക് കാട്ടിൽ കഴിയുന്ന ഞങ്ങൾക്ക് പരിക്കേൽക്കുമ്പോൾ അസുഖം വരുമ്പോഴൊക്കെ മരുന്നുകൾ എത്തിച്ചു തരുന്ന ആരാണ്? മിഷണറിമാരാണെന്ന് പറയുന്നു. അത്ര ഒരു ഞെട്ടിക്കുന്ന അഭിമുഖം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു ബന്ധം വളരെ വ്യക്തമാണ്. അപ്പോൾ നമുക്ക് മതം
ഒരു വ്യക്തിയുടെ സ്വകാര്യ വിഷയമാണ് അല്ലേ. അതെ. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുക, ഇഷ്ടമുള്ള ദൈവത്തിൽ വിശ്വസിക്കുക, അതൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഹിന്ദു മതം മാറ്റാൻ ഇപ്പോൾ അവർ പറയുന്നത് ഇസ്കോൺകാർ വന്നിട്ട് വിദേശ രാജ്യങ്ങളിൽ മതം മാറ്റുന്നുണ്ടോ? എനിക്കറിയില്ല. ഇസ്കോൺകാർ വന്നു അവരൊക്കെ അവിടെ ഹരേ കൃഷ്ണ അല്ലേ പ്രസ്ഥാനം. ഇസ്കോൺ പറയുന്ന അവർ വേറൊരു മതമെന്നാണ്. ഇസ്കോൺ വേറൊരു മതം പോലെ പ്രവർത്തിക്കുക. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഒരു ഈ പെന്തക്കോസ്തുകാരുടെ അതേ സ്റ്റൈലിലാണ് ഇസ്കോൺ പ്രവർത്തിക്കുന്നതെന്ന് ചിലരൊക്കെ ആക്ഷേപം പറയാറുണ്ട്. ഇപ്പം അത് പക്ഷേ അവരാരും എല്ലാ വീടുകളിലും പോയി വിദേശികളെ മുഴുവൻ മതം മാറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ചിലർ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നത് മതം മാറ്റാനല്ല. എനിക്കറിയില്ല യോഗ മതം മാറ്റാൻ വേണ്ടിയിട്ടാണോ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ആക്ഷേപം ഇതാദ്യമായിട്ടാണ് ചില ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നത് കേട്ട്. ഇന്ത്യക്കാർ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾ ലോകത്തെമ്പാടും പോയി സുവിശേഷം പറഞ്ഞിട്ട് ഗീത വായിക്കുക, ബൈബിൾ വായിക്കുക എന്നും പറഞ്ഞ ആളുകളെ പിടിച്ച് മതം മാറ്റുന്നില്ല. അത് ഇനി അങ്ങനെയുണ്ടെങ്കിൽ അത് അവിടുത്തെ സർക്കാർ അവിടുത്തെ നിയമം ഉപയോഗിച്ച് നേരിടട്ടെ. അതിന് പകരം ഇവിടെ ഇന്ത്യയിൽ ഹിന്ദുക്കളെ മതം മാറ്റാം എന്ന് തീരുമാനിച്ചു വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ അടുത്ത മറുപടി, അവശരാണ്, ആർത്തരാണ്, ആലംബഹീനരാണ്, ജീവിക്കാൻ മാർഗമില്ല, പട്ടിണിയാണ്, വിദ്യാഭ്യാസമില്ല, അതുകൊണ്ട് മതം മാറ്റുകയാണ്. ശരി, എല്ലാവരും പറയുന്നു, സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിൽ കഴിയുന്നത് നോർത്ത് ഇന്ത്യയിലെ മുസ്ലിമുകളാണെന്ന്. എന്താണ്? അവരെ രക്ഷിക്കണ്ടേ? അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണ്ടേ? അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? അവരെ സുവിശേഷം അറിയിക്കണ്ടേ? അവരെ നിങ്ങൾക്ക് ജ്ഞാനസ്നാനം ചെയ്യണ്ടേ? അതെന്താ? അതൊന്നും ചെയ്യത്തില്ല. അതെന്താ? സിമ്പിളാണ്. ജോസഫ് മാഷിനെ ഓർമ്മ വരും, ഭയം വരും. ഇതൊരു പ്രശ്നമാണ്. അപ്പോൾ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കട്ടെ. അടുത്ത പാത്രത്തിൽ നിന്ന് എടുത്ത് എൻ്റെ പാത്രത്തിലിടാം എന്ന് തീരുമാനിക്കുന്നതാണ് പ്രശ്നം. അത് മാത്രമല്ല, അതോടൊപ്പം തന്നെ മാവോയിസ്റ്റുകളുമായി എന്താണ് ചില മിഷണറി, എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ചില മിഷണറിമാർക്കുള്ള ബന്ധം എന്താണ്? അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നത് ഈ ഛത്തീസ്ഗഡിൽ നിന്നുള്ള കൊണ്ടുവന്ന കുട്ടികളെ കടത്തിക്കൊണ്ടുവന്ന കേസ് വന്നപ്പോൾ ഇത്ര ഭയചകിതരായി പുറത്ത് പ്രക്ഷോഭം ഉണ്ടാക്കാനുള്ള ഒരു കാരണം അതിലേക്ക് അന്വേഷണം വ്യാപിച്ചാൽ വേറെ ചില കാര്യങ്ങൾ പുറത്തു വരുമെന്നുള്ള ഭയം കൊണ്ടായിരിക്കും. മറ്റൊന്നുകൂടിയുണ്ട്, കോടതിയാണ് പറഞ്ഞത് ഈ കേസ് NIA കോടതിക്ക് പോട്ടെ. NIA കോടതിക്ക് വിട്ടാൽ ഓട്ടോമാറ്റിക്കലി NIA അന്വേഷണം വരും. NIA അന്വേഷണം വന്നാൽ ഇത്തരം ബന്ധങ്ങൾ പുറത്തു വരും. NIA ചാർജ് കൂടി വന്നാൽ UAPA ചുമത്തപ്പെടും. UAPA ചുമത്തപ്പെട്ടാൽ കന്യാസ്ത്രീകൾ ഉടനെയൊന്നും പുറത്തു വരത്തില്ലായിരുന്നു. ഇത് കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇവിടെ ബഹളം വെച്ചതെന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. ഏതായാലും വേറെ കാര്യമുണ്ട്, പ്രോസിക്യൂഷൻ കോടതിയിൽ പറയുകയാണ് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യാൻ. കോടതി ഉത്തരവിൽ പറയുന്നുണ്ട് അന്വേഷണം പൂർത്തിയായിട്ടില്ല, ഇവരെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടില്ലായിരുന്നു. അങ്ങനെ പ്രോസിക്യൂഷൻ ഒരു നിലപാടെടുക്കാതിരുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞ ഉറപ്പ് കൊണ്ടാണ്. പക്ഷേ ആ കേസ് അവസാനിച്ചിട്ടൊന്നുമില്ല, കേസ് അതിൻ്റെ വഴിക്ക് പോവും. അമിത്ഷാ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, 2026 മാർച്ച് 31 ആകുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ചുവപ്പ് ഭീകരത അവസാനിക്കും, മാവോവാദികളെ ഉന്മൂലനം ചെയ്യുമെന്ന് അമിത്ഷാ രാജ്യത്തിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് മിഷണറിമാരിൽ ചിലർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടോ? അതാണ് ഇപ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരുന്ന ചോദ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.